ബ്ലൂ പി പബ്ലിക്കേഷൻസ് പ്രസിദ്ധപ്പെടുത്തുന്ന 10 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഈ വേദിയിൽ നടക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു പ്രസാധന സംഘമാണ് ബ്ലൂ പി. കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കുക, അതുപോലെ അതിന് അനുയോജ്യമായ കഥകൾ, ലേഖനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടി മാത്രം പുസ്തകങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു പ്രസാധനശാല എന്ന നിലയിൽ ബ്ലൂ പിക്ക് വലിയ സ്ഥാനമാണ് മലയാള പുസ്തക പ്രസാധന സംരംഭവുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം അറിയാം. ആ ചരിത്രത്തിൽ തന്നെ ഒരു സ്ഥാനം നേടിക്കഴിഞ്ഞു ബ്ലൂ പി. അങ്ങനെ ബ്ലൂ പിയുടെ 10 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന ഈ വേളയിൽ സ്വാഗതം ആശംസിക്കാൻ ശ്രീ ബി പ്രസാദിനെ ക്ഷണിക്കുന്നു. ഇതെല്ലാം അരമണിക്കൂർ കൊണ്ട് 40 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ടതുണ്ട്. ഈ 10 പുസ്തകങ്ങളുടെ പ്രകാശനവും അധികം സമയമെടുത്ത് അധ്യക്ഷൻ സംസാരിക്കുന്നില്ല. സ്വാഗതം ആശംസിക്കുവാൻ ശ്രീ ബി പ്രസാദ്, ബ്ലൂ പി പബ്ലിക്കേഷൻ്റെ ചീഫ് എഡിറ്ററാണ് പ്രസാദ്. എല്ലാവർക്കും നമസ്കാരം. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന രാജീവ് കുമാർ സാർ, ഈ 10 പുസ്തകങ്ങൾ ഇവിടെ എഴുതിയ പ്രൊഫസർ എസ് ശിവദാസ് സാർ, പുസ്തക പരിചയം നടത്തുന്ന ശ്രീ CP രവിന്ദാക്ഷൻ സാർ, ഈ ചടങ്ങിൽ പുസ്തക പ്രകാശനം നടത്തുന്ന ശ്രീ പ്രമോദ് നാരായണൻ MLA, പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീ മഹേഷ് സാരംഗ്, രണ്ടാമത്തെ പുസ്തകമായ ശില നെയ്യുന്നവർ എഴുതിയ ശ്രീ ഗിരീഷ് വാസുദേവൻ, പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീ വിനോദ് വൈശാഖി, മേക്ക് പ്ലേ ആൻഡ് ലേൺ സയൻസ് എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ശ്രീ CP രവിന്ദാക്ഷൻ, പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീ സുമേഷ് കൃഷ്ണൻ, മഴവിലിനെ തൊട്ട് വട ഉരുണ്ട് പിറന്നാൾ സെൽഫി എന്നീ പുസ്തകങ്ങൾ രചിച്ച ശ്രീ വിനയൻ പിലിക്കോട്, പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്ന ശ്രീമതി നിഷ VL, അങ്ങനെ ഞങ്ങളും സ്കൂളിലെത്തി എന്ന പുസ്തകം രചിച്ച ഡോക്ടർ ഷൈല ജാസ്മിൻ, ശ്രീമതി ഉഷാനന്ദിനി, പുസ്തകം പരിചയം നടത്തുന്ന ശ്രീമതി ബീന സ്റ്റീഫൻ, ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്ന ഡോക്ടർ രതീഷ് കാളിയാടൻ, പുസ്തകം ഏറ്റുവാങ്ങുന്ന ഡോക്ടർ പ്രമോദ് P, സ്വർണ്ണമത്സ്യം, ആനത്തൂക്കം വെള്ളി എന്നീ പുസ്തകങ്ങൾ രചിച്ച ശ്രീ KK സുരേഷ് ബാബു, പുസ്തക പ്രകാശനം നടത്തുന്ന ശ്രീമതി ഡോക്ടർ പ്രമോദ് P, ഈ ചടങ്ങിന് നന്ദി അറിയിക്കുന്ന ശ്രീമതി ഷൈല ജാസ്മിൻ എന്നിവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനെത്തിയ നിങ്ങളെ ഏവരെയും ബ്ലൂ പി പബ്ലിക്കേഷൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അധ്യക്ഷൻ്റെ റോള് കൃത്യമായിട്ട് ആളുകളെ വിളിക്കുക എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പുറത്തോട്ട് മാറി നിന്നത്. അതിന് ഒരു അധ്യക്ഷൻ്റെ സാന്നിധ്യം വേദിയിലധികം വേണ്ട. വളരെ പ്രഗത്ഭമതികളായ വ്യക്തികളുണ്ട്, എഴുത്തുകാരുണ്ട്. ഇവർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇനി 40 മിനിറ്റാണ്. ഓരോ മിനിറ്റ് ഹൃദയമിടിപ്പ് പോലെ അവിടെ സ്ക്രീനിൽ നിമിഷങ്ങൾ തെളിയുകയാണ്. ആളുകൾ സമയബോധം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് ഈ പുസ്തക ശ്രീ പ്രമോദ് നാരായൺ MLA. അദ്ദേഹം ആണ് ഇന്നത്തെ MLA എന്ന അർത്ഥത്തിൽ വിശിഷ്ട അതിഥി. ആദ്യത്തെ പുസ്തകം ശിവദാസ് മാമൻ കുഞ്ഞുങ്ങളോട് പറയുന്ന കഥകൾ. അത് 10 പുസ്തകങ്ങളാണ്. അത് പ്രൊഫസർ S ശിവദാസാണ് ആ പുസ്തകം രചിച്ചിരിക്കുന്നത്. മലയാളത്തിലെ കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന എഴുത്തുകാരിൽ മുതിർന്ന എഴുത്തുകാരനാണ് S ശിവദാസ്. അദ്ദേഹം എഴുതിയ ഈ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശ്രീ CP അരവിന്ദാക്ഷൻ ശാസ്ത്ര സാഹിത്യകാരനാണ്. അതുപോലെ ഈ നമ്മുടെ ആനുകാലിക വിഷയങ്ങളോട് പ്രതികരിക്കുകയുമൊക്കെ ചെയ്യുന്ന, ഇപ്പോഴും വളരെ ക്ഷീണിതമല്ലാത്ത മനീഷിയുമായി നമുക്കിടയിൽ ജീവിക്കുന്ന ശ്രീ CP അരവിന്ദാക്ഷനെ പുസ്തകം പരിചയപ്പെടുത്തുവാൻ ക്ഷണിക്കുന്നു. പരിചയപ്പെടുത്തിയതിന് ശേഷം പുസ്തക പ്രകാശനം നടക്കും. അത് പുസ്തകം ഏറ്റുവാങ്ങുന്നത് മഹേഷ് സാരംഗാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ പ്രമോദ് നാരായൺ MLA ആണ്. ആദ്യം പുസ്തകം പരിചയപ്പെടുത്താൻ CP അരവിന്ദാക്ഷൻ അവർകളെ ക്ഷണിക്കുന്നു.
ഒരു മിനിറ്റ്. അറിവിൽ ആവേശം കൊള്ളാൻ, ആ ആവേശത്തിലുണർന്ന് വളരാൻ, കഴിവും കരുത്തും നേടാൻ എന്താ വേണ്ടേ? ഒന്ന് മാത്രം, ഒരു ശാസ്ത്രബോധം, ഒരു ശാസ്ത്രവീക്ഷണം, ഒരു ശാസ്ത്ര ചിന്താഗതി. അത് അനുഭവങ്ങളെ കൊണ്ട്, പരീക്ഷണങ്ങളെ കൊണ്ട്, നിരീക്ഷണങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് ഉറപ്പുണ്ട് നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും. ഈ രംഗത്ത് അതിമനോഹരമായിട്ടുള്ള, ഞാൻ പലതവണ വായിച്ചു, പല പരീക്ഷണങ്ങൾ അതിൽ ചെയ്തു, ആഹ്ലാദം കൊണ്ട് ആനന്ദം കൊണ്ട് മനസ്സ് നിറഞ്ഞു. ആ പുസ്തകം ഇതാ ഏവരുടെയും അനുവാദത്തോടെ, ഏവരുടെയും പ്രസൻസിൽ, എല്ലാവരുടെയും ആഗ്രഹത്തോടെ, അനുഗ്രഹത്തോടെ ഇതാ ഞാൻ പ്രകാശനം ചെയ്യാൻ പോകുന്നു. ശിവദാസിനെ നിങ്ങൾക്കറിയാം, 100 101 125 150 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ഒരാളാണ്. വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിന് വളരെ ആഹ്ലാദവും ആനന്ദവും നൽകുന്നതെന്നാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. ഇനി പുസ്തക പ്രകാശന ചടങ്ങാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പ്രമോദ് നാരായൺ MLA. പുസ്തകം സ്വീകരിക്കുന്നത് മഹേഷ് സാരംഗ്. പഴയ ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാരശാലയിലെ പ്രഭാതം. ലേലം ചെയ്ത് ഏതൊക്കെ ഉപകരണങ്ങളാണ് ലാഭകരമായി വാങ്ങാൻ കഴിയുന്നത് എന്ന ആവേശത്തോടെ ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ട്. ഓരോ ഉപകരണങ്ങളുടെയും ലേലത്തുക ഉയരുകയും സ്വന്തമാക്കി കഴിയുമ്പോൾ അതിന് സാധ്യമായ ആളിൽ മറ്റുള്ളവരെക്കാൾ മിടുക്കനായി എന്ന ഉല്ലാസം നിറയുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ഉപകരണങ്ങളും വിറ്റുപോയിട്ടും ആർക്കും വേണ്ടാതെ പോയ ഒന്ന് കയ്യിൽ തടഞ്ഞപ്പോൾ വ്യാപാരശാലയുടെ സൂക്ഷിപ്പുകാരൻ ഒരു ചെറിയ പരിഹാസത്തോടെയും പ്രാദേശികമായ മോശം വാക്കിൻ്റെ പ്രയോഗത്തോടെയും അതിനൊരു മൂലയിലേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ചു. അപ്പോഴാണ് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും ഒരാൾ മുന്നോട്ട് വന്ന് അതെനിക്ക് തരൂ എന്ന് പറഞ്ഞ് കൈനീട്ടിയത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൂവാല കൊണ്ട് അയാൾ അതിനെയൊന്ന് തുടച്ച് വൃത്തിയാക്കി. അതൊരു പിയാനോ ആയിരുന്നു. ആ പിയാനോയുടെ കറുപ്പും വെളുപ്പും നിറമുള്ള സ്വനപേടകങ്ങളിൽ അയാൾ വിരലമർത്തി. വിരലമർന്ന നിമിഷത്തിൽ അതിൽ നിന്ന് മുഗ്ധമായ സംഗീതമുണ്ടായി. ഹൃദയഹാരിയായ ആ സംഗീതത്തിൽ അതുവരെ വിരസതയോടെയും വേണ്ടാത്തത് എന്ന കണ്ണിലെ ഭാവത്തോടെയും അതിനെ നോക്കിയ ആളുകൾ ആ ഉപകരണത്തിന് ചുറ്റുവും അയാൾക്ക് ചുറ്റും ഓടിക്കൂടി. ആ സംഗീതത്തിൽ അവർ ലയിച്ച് നിന്നു. അത് യഹൂദി മനോഹിയായിരുന്നു. ലോകമറിയുന്ന സംഗീതജ്ഞൻ മൈ ലൈഫ് മൈ മ്യൂസിക് എന്ന പുസ്തകം എഴുതിയ യഹൂദി മനോഹി. ആർക്കും വേണ്ടാത്തത് എന്ന് വലിച്ചെറിയുകയും മുൻനിരയിൽ വരേണ്ടവർ എന്ന് കരുതുന്ന ഗണത്തിൽ പെടാതെ പോവുകയും ചെയ്യുന്ന കേരളത്തിലെ നിരവധി തലമുറകളിലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഉള്ളിൽ ആരുമറിയാത്ത സംഗീതമുണ്ട് എന്ന് തിരിച്ചറിയാനും ആ സംഗീതത്തെ തൊട്ടുണർത്തേണ്ട ഉദ്യമം നിങ്ങളുടെ ജാഗ്രതയോടെ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണെന്ന് അധ്യാപകരെയും സമൂഹത്തെയും ഓർമ്മിപ്പിക്കാനും താണ്ടിയ ദൂരങ്ങളിലെല്ലാം ശ്രമിച്ച മലയാളിയായ പ്രിയപ്പെട്ട എഴുത്തുകാരൻ്റെ പേരാണ് ശിവദാസ് മാമൻ എന്ന ശിവദാസ് സാർ. ഒരു വീണയിൽ വലിച്ചു മുറുക്കിയിരിക്കുന്ന കമ്പികളിൽ ശരിയായ സ്ഥലത്ത് സ്പർശിച്ചാൽ അതിൽ നിന്ന് സ്വർഗീയ സംഗീതമുണ്ടാകും എന്നതുപോലെയാണ് ഓരോ കുഞ്ഞിനെയും നിങ്ങൾ പരിപാലിക്കേണ്ടത് എന്ന് കേരളത്തിലെ നമുക്ക് മുമ്പേ നടന്നവരും ജീവിച്ചിരിക്കുന്നവരും വരാനിരിക്കുന്നതുമായ അധ്യാപകരോടും മിടുക്കരാവുക എന്നത് മാത്രമല്ല മനുഷ്യരാവുകയാണ് പ്രധാനം എന്ന് കുഞ്ഞുങ്ങളോടും തൻ്റെ നിരന്തരമായ പുസ്തകങ്ങളിലൂടെയും ശാസ്ത്ര അഭിനിവേശം വളർത്താൻ വേണ്ടിയുള്ള പ്രഭാഷണങ്ങളിലൂടെയും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം എന്ന ശിവദാസ് സാറിൻ്റെ പുസ്തകം കുട്ടിക്കാലത്ത് വായിച്ചതാണ് ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളെല്ലാം അങ്ങനെ വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകങ്ങളായി. ആ പുസ്തകങ്ങളിലെ കാഴ്ചപ്പാടുകൾ ആജീവനാന്ത കാവലായി. ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിൻ്റെ യുറീക്ക എന്ന പുസ്തകത്തിൻ്റെ പേര് പോലെ ആർക്കിമിഡീസ് കണ്ടെത്തിയ ഒരുപാട് കണ്ടെത്തലുകളുടെ ഉല്ലാസങ്ങളും വെളിച്ചങ്ങളും കുഞ്ഞുങ്ങളിലേക്ക് പകരുന്ന വായനാ അനുഭവങ്ങളായി നിൽക്കുമ്പോൾ ആ പുസ്തക കുലത്തിലേക്ക് 10 പുസ്തകങ്ങൾ കൂടി മിഴിവാർന്ന ചിത്രങ്ങളോടെ നിറപ്പകട്ടോടെ ബ്ലൂ പി പ്രസിദ്ധീകരിക്കുന്നു എന്നതിൽ അതിയായ സന്തോഷം. കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഈ പുസ്തകം ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ മാൻ എന്ന് വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതപ്പെടുന്ന ഓരോ പുസ്തകവും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മകഥയാണ്, ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് എന്ന് ഞാൻ പറയും. കാരണം കുഞ്ഞുങ്ങളിലാണ് ദൈവാംശമുള്ളത്. അങ്ങനെ ദൈവത്താൽ എഴുതപ്പെട്ടത് എന്നുകൂടി കരുതുന്ന ഈ പുസ്തക സഞ്ചയം ഏറെ ആഹ്ലാദത്തോടെ പ്രകാശനം ചെയ്യുന്നു. ഒപ്പം ഇവിടെ ശിലയിൽ നെയ്ത പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ പ്രകാശനം മറ്റൊരാളായതുകൊണ്ട് ഞാൻ അതിലേക്ക്, അതും ഞാൻ തന്നെയാണ്. അപ്പം അതൊരു പുസ്തകം വായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വേദിയിൽ കിട്ടിയപ്പോൾ പുസ്തകമൊന്ന് മറിച്ചു നോക്കിയപ്പോൾ 2 വാക്കുകളാണ് എന്നെ ആകർഷിച്ചത്. ഒന്ന് ദേശത്തിൻ്റെ കഥ എന്നാണ്. ഞാൻ ആദ്യമായി വായിച്ച നോവൽ ഒരു ദേശത്തിൻ്റെ കഥയാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. മലയാളത്തിലെ എൻസൈക്ലോപീഡിക് നോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശങ്കരൻകുട്ടി പൊറ്റക്കാടിൻ്റെ അതിരാണിപ്പാടത്തിൻ്റെ കഥയും ശ്രീധരൻ്റെ യാത്രകളും ബസ്ര കുഞ്ഞപ്പവും എല്ലാം മലയാളമെന്ന ഇളനീര് പോലെ ഒഴുകുന്ന മധുര ഭാഷകളുടത്തോളം കാലം മലയാളിയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. ഇതും ഒരു ദേശത്തിൻ്റെ കഥയാണ്. ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും കഥ പറഞ്ഞ MD എന്ന അക്ഷരങ്ങൾ മലയാളത്തിനുമേൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനായി നമ്മുടെ മുമ്പിലുണ്ട്. ആ നിലയിലേക്കാണ് ഈ പുസ്തകവും ചെല്ലുന്നത് എന്നത് ഏറെ സന്തോഷകരമാണ്. ശ്രീ ഗിരീഷ് വാസുദേവ് എന്ന എഴുത്തുകാരൻ അതിൻ്റെ വായനയിൽ ഓരോ കഥാപാത്രത്തിനും ആ നിലയിലേക്ക് മാറാൻ, എഴുത്തുകാരനും കഥാപാത്രവും അനുഭവിച്ച ദുഃഖവും പ്രണയവും വിരഹവും പലായനവും എല്ലാം സ്വയം അനുഭവിക്കാൻ, അങ്ങനെ ഈ ജന്മത്തിൽ തന്നെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ അത്തരം ജന്മങ്ങളുടെ ജീവിതാനുഭവങ്ങളിലേക്ക് പോകാൻ ഈ പ്രിയപ്പെട്ട ഗിരീഷ് വാസുദേവിൻ്റെ ശില നെയ്തവൾ എന്ന പുസ്തകം പേര് പോലെ തന്നെ മുന്തിരിയിൽ നിന്ന് വീഞ്ഞുണ്ടാകുന്നത് പോലെയും കൽക്കരിയിൽ നിന്ന് തീയുണ്ടാകുന്നത് പോലെയും വെള്ളത്തിൽ നിന്ന് വെളിച്ചമുണ്ടാകുന്നത് പോലെയുമാണ് ശിലയിൽ നിന്ന് ഒന്ന് നെയ്തെടുക്കുന്നത്. അങ്ങ് നെയ്തെടുത്ത ഈ പുസ്തകത്തിന്, അതിലെ കവിതയ്ക്ക്, അതിലെ ഭാവുകത്വത്തിന് എൻ്റെ സ്നേഹം, ആദരവ്. 2 പുസ്തകങ്ങളും പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ വിനോദ് വൈശാഖിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പുസ്തകത്തെപ്പറ്റി 2 വാക്ക് സംസാരിക്കാൻ ശ്രീ വിനോദ് വൈശാഖ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗിരീഷ് വാസുദേവ് SCERT-യിലൂടെയും മലയാളം മിഷനിലൂടെയും മാതൃഭാഷയെ ലോകം മുഴുവൻ എത്തിച്ച ജാഗ്രതയുള്ള ഒരു അധ്യാപകനാണ്. ശില നെയ്തവൾ എന്ന പുസ്തകത്തിൽ നെയ്തവൾ എന്ന പദത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. നെയ്ത്ത് നമുക്കറിയാമെങ്കിലും എങ്ങനെയാണ് ഒരു ശില നെയ്തെടുക്കുന്നത് എന്ന്
നേരിട്ട് കണ്ട് മനസ്സിലാക്കാത്ത ഒരാളിന് കഴിയില്ല. പക്ഷേ ഇതിലെ ശിലയെന്ന് പറയുന്നത് 1970-80 കാലഘട്ടങ്ങളിൽ ഒരു ഗ്രാമത്തിൽ ഇല്ലാതെ പോയ ദീപസ്തംഭം പോലെ ഉയർന്നു നിൽക്കേണ്ട ഒരു വായനശാലയാണ്. അതായത് ശില സമം വായനശാല. ഇന്നും വായനശാലയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ വായനശാല ഇൻ്റർനെറ്റും ഫേസ്ബുക്കുമൊക്കെയാണ്. അതുകൊണ്ട് വായനശാലകൾ ഒരുപാടുണ്ടെങ്കിലും അതിനുള്ളിലേക്ക് വായനയുടെ സുഗന്ധം ആസ്വദിക്കുവാൻ വേണ്ടി കുട്ടിക്കൂട്ടങ്ങൾ എത്താതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനു മുമ്പ് 1970-കളിലെ സാമൂഹ്യ ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണ് ഗിരീഷ് വാസുദേവ്. ഇതിൻ്റെ ഭാഷ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ഭാഷയാണ്. കരിങ്കുളം, കോവളം, കാഞ്ഞിരംകുളം പ്രദേശങ്ങളിൽ ഇപ്പോഴും MA BEdകാരൊക്കെ സംസാരിക്കുന്ന ഭാഷ. സ്കൂളിൽ പോയോ എന്നാരും ചോദിക്കാറില്ല. യാദൃച്ഛികമായി തൊണ്ടയിൽ പമ്മിക്കിടക്കുന്ന ഭാഷ പുറത്തു ചാടുന്നത് സ്കൂളിൽ പെയ്യോ എന്നാണ്. അങ്ങനെ ഒരു പെയ്യോ എന്ന പദത്തിൻ്റെ ശബ്ദവും ഊക്കും അഹങ്കാരവുമൊക്കെ ഇഴചേർന്ന് ഗിരീഷ്, എനിക്ക് തോന്നുന്നു വള്ളുവനാട് എങ്ങനെയാണോ MTക്ക് പ്രിയപ്പെട്ടത് അതുപോലെ തിരുവിതാംകൂർ, പ്രത്യേകിച്ച് തെക്കൻ കേരളം ഗിരീഷിന് പ്രിയപ്പെട്ടതായി മാറുകയാണ്. കഷ്ടപ്പെട്ട് നമ്മൾ ശേഖരിച്ച പുസ്തകങ്ങൾ വീഞ്ഞപ്പെട്ടിക്കകത്ത് ചിതലരിക്കുമോ എന്ന് ചോദിക്കുന്ന പഴയ പേരുള്ള ഒരു തലമുറ, ഗോപാലൻ എന്നും അതുപോലെയുള്ള പേരുകളുള്ള ചന്ദ്രൻ എന്നൊക്കെ പേരുള്ള ഒരു തലമുറ ജിജ്ഞാസയോടെ സ്ഥലം കണ്ടെത്തുന്നതും അവിടെ കെട്ടിടം വയ്ക്കാൻ നമ്മളെ കൊണ്ടാകുമോ എന്ന ചോദ്യമുണ്ടാകുന്നതും പാലമില്ലാത്ത, ടാറിട്ട റോഡില്ലാത്ത, വൈദ്യുത ദീപങ്ങളൊന്നുമില്ലാത്ത ചിമ്മിനി വിളക്കിൻ്റെ ഊതിക്കാച്ചിയ ശബ്ദം അടുപ്പിൽ മുഴക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് ഗിരീഷ് സർഗാത്മകമായി അടയാളപ്പെടുത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ പദം ഞാൻ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് നിരാശാല എന്നാണ്. അങ്ങനെ ഒരു പദമില്ല. നാരായണൻ എന്ന പുസ്തക സ്നേഹി പറയുന്ന ഒരു വാക്കാണ് നിരാശയുള്ള ജന്മങ്ങളാണ് നമ്മൾ എന്ന്. അതുകൊണ്ടാണ് നിരാശാല എന്ന് ഉപയോഗിച്ചത്. നിരാശാല എന്ന് പറയുന്നത് സ്വപ്നത്തിൽ ഒരു പുസ്തകശാലയാണ്, നിരാശയുള്ള ശാല. പക്ഷേ അവിടെ നിന്ന് വായനശാലയിലേക്ക് പറന്നെത്തുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൈതക്കര ഹരിത ശ്രമങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിലാകെ മുഴങ്ങി നിൽക്കുന്നത് നമ്മുടെ ഭാഷയാണ്. ഒപ്പം അന്ധവിശ്വാസം, നാട്ടുവൈദ്യം, സാമ്പത്തിക ശാസ്ത്രം, യുക്തിവാദം, സ്ത്രീ സ്വത്വ ജീവിതം, വിദ്യാഭ്യാസം എന്നിവയൊക്കെ ചർച്ച ചെയ്യാൻ ഗിരീഷ് തയ്യാറാകുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായ ഭാരതിയെ പാരതി എന്നാണ് തൻ്റെ കൂട്ടുകാരികളെല്ലാം വിളിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം കണ്ണില്ലാത്തയാളാണ്, ലംബോദരൻ. ലംബോദരൻ കണ്ണുള്ളവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ടോർച്ച് വേണം അല്ലേ ഡേയ് നിങ്ങളൊക്കെ ഉള്ളിൽ കാണുന്നത് പോലെ തന്നെ എന്ന് ചോദിക്കുന്ന ഭാഷയുടെ ആവർത്തനത്തിൽ നമ്മൾ സൗന്ദര്യം കാണുന്നു. ഉണ്ണിച്ചിരിദേവി ചരിതമുണ്ടോ എന്ന് മകനോട് ചോദിക്കുന്ന ഒരു അമ്മ ഇതിനുള്ളിലുണ്ട്, പാറക്കുട്ടി. ആ അമ്മ ചോദിക്കുന്നു, ഉണ്ണിച്ചിരിദേവി ചരിതമുണ്ടോ? അവിടെ നിന്നുകൊണ്ടാണ് വീട് നോക്കാത്ത, ഭാര്യയെ നോക്കാത്ത, മക്കളെ നോക്കാത്ത, എന്നാൽ കുട്ടിയെപ്പോലെ വായനശാലയെയും പുസ്തകങ്ങളെയും ശേഖരിക്കുന്ന ഒരു വ്യക്തി, ഗോപാലൻ എന്ന വ്യക്തി എനർജറ്റിക് ആവുന്നത്. അങ്ങനെ ഈ പുസ്തകം ആകെ ഒരു തലമുറയുടെ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. കൈതക്കര എന്ന ഗ്രാമം ഒറ്റപ്പെട്ടു പോകുന്നതും ആ ഗ്രാമത്തെ ഗിരീഷ് വാസുദേവ് അവതരിപ്പിക്കുന്നത് ഇത് ഒരു യുവാവാണ്, ഇനിയും ശക്തി പ്രാപിക്കേണ്ട ഒരു യുവാവാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു ഗ്രാമമായ മണ്ണന്നൂരിനെ വിശേഷിപ്പിക്കുന്നത് ഇത് ഒരു കാമുകിയാണ് എന്നാണ്. ഒരു ദേശത്തിൽ ആദ്യമായിട്ടാണ് ഒരു ശബ്ദം അല്ലെങ്കിൽ കാമുകി എന്ന ശബ്ദം ഭാഷയിലൂടെ ഒരു പ്രദേശത്തിന് നൽകുന്നത്. അങ്ങനെ ഒരു വായനശാല രൂപപ്പെടുന്നതും ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്.
ആ വായനശാലയിൽ ഉടുപ്പിടാതെ മുണ്ടുടുക്കാതെ ഒരുത്തൻ അടിച്ച് ഫിറ്റായി അതിൻ്റെ ബെഞ്ചിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നതും ഞങ്ങൾ കെട്ടിയുയർത്തിയ വായനശാല 10 വർഷങ്ങൾക്കുള്ളിൽ തകരുന്നത് കണ്ട് സങ്കടപ്പെട്ട ഒരു ഗ്രാമത്തിൻ്റെ ഇടയിലേക്ക് ആ ഗ്രാമത്തിൽ അടുപ്പൂതിത്തെളിച്ച് ചോറുണ്ടാക്കിയ ഒരു അമ്മ തൻ്റെ മക്കളെ പഠിപ്പിച്ചത് വായനശാല ഉയർത്താനും പുസ്തകങ്ങൾ വായിക്കാനും നാളെ ഇവിടുത്തെ എഴുത്തുകാരിയുമൊക്കെ ആകാനുമാണ് എന്ന സുരക്ഷിതത്വ ബോധത്തിലേക്ക് ഇൻ്റർനെറ്റ് എത്തിച്ചുകൊണ്ടാണ് ഗിരീഷ് വാസുദേവ് ഈ പുസ്തകത്തിലെ തൻ്റെ ഭാഷ അവസാനിപ്പിക്കുന്നത്. എടോ, ഇങ്ങനെയാണ് ഒരു പെൺകുട്ടി പറയുന്നത്, വിജയ എഴുത്തുകാരി പറയുന്നത്, എടോ നിന്റെ ഉന്മാദം മാറ്റാൻ നീ വലിച്ചു കയറ്റിയ ചാരായത്തിൻ്റെ ഛർദിക്കൂട്ടം തള്ളാനുള്ള ശൗചാലയമാണോ ഈ മഹാമന്ദിരം? ഇറങ്ങിപ്പോടാ. ആ ഇറങ്ങിപ്പോടാ എന്ന വിളിയിൽ നിന്നുകൊണ്ട് രൂപപ്പെടുന്ന പുതിയ പുസ്തക ലോകത്തെയാണ് ഗിരീഷ് വാസുദേവ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് വായിക്കണം. മക്കളറിയാത്ത ഒരു ജീവിതത്തിനെ എടുത്തു വയ്ക്കുന്ന ഗിരീഷിൻ്റെ ഈ പുസ്തകം ഭാവി തലമുറയ്ക്ക് ഒരു വെട്ടമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പുസ്തക അവതരണം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്തതായി പ്രകാശനം ചെയ്യുന്നത് മേക്ക് പ്ലേ ആൻഡ് ലേൺ സയൻസ് ഫ്ലയേഴ്സ് ആൻഡ് സ്പിന്നേഴ്സ് എന്ന ആക്ടിവിറ്റി ബുക്കാണ്. പ്രശസ്ത ശാസ്ത്രകാരനും ശാസ്ത്ര സാഹിത്യകാരനുമായ ശ്രീ അരവിന്ദ് ഗുപ്തയും ശ്രീ ബി പ്രസാദും ചേർന്ന് എഴുതിയ പുസ്തകമാണിത്. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ഡോക്ടർ CP അരവിന്ദാക്ഷൻ സാറിനെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് കവിയും എഴുത്തുകാരനുമായ ശ്രീ സുമേഷ് കൃഷ്ണനെയും ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തതായി ശ്രീ വിനയൻ പീലിക്കോട് എഴുതിയ 3 പുസ്തകങ്ങളുടെ പ്രകാശനമാണ്. മഴവില്ലിനെ തൊട്ടേ, വട ഉരുണ്ട്, പിറന്നാൾ സെൽഫി എന്നീ പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ പ്രമോദ് നാരായണൻ MLA. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീമതി നിഷ VL. താങ്ക് യു സർ. ഈ 3 പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചെറുവത്തൂർ ആസ്ഥാനമായിട്ടുള്ള റിസോൾവ് ബുക്ക് എന്ന സ്ഥാപനമാണ്. അടുത്തതായി അങ്ങനെ ഞങ്ങളും സ്കൂളിലെത്തി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. ഡോക്ടർ ഷൈല ജാസ്മിൻ, ഡോക്ടർ ഉഷ നന്ദിനി എന്നിവർ ചേർന്ന് രചിച്ച പുസ്തകമാണ് അങ്ങനെ ഞങ്ങളും സ്കൂളിലെത്തി. ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി അധ്യാപികയായ ശ്രീമതി ബീന സ്റ്റീഫനെ ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ രതീഷ് കാളിയാടൻ. വിദ്യാഭ്യാസ ചിന്തകനും എഴുത്തുകാരനും ആയിട്ടുള്ള ഡോക്ടർ രതീഷ് കാളിയാടനാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് സ്കോൾ കേരളയുടെ വൈസ് ചെയർമാനായ ഡോക്ടർ പ്രമോദ് P. പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് ശ്രീമതി ബീന സ്റ്റീഫനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്കേറെ പ്രിയപ്പെട്ടവരായ ഡോക്ടർ ഷൈല ജാസ്മിൻ ടീച്ചറിൻ്റെയും ശ്രീമതി ഉഷാ നന്ദിനി ടീച്ചറിൻ്റെയും അങ്ങനെയും ഞങ്ങൾ സ്കൂളിലെത്തി എന്ന പുസ്തകമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. പുസ്തകത്തിൻ്റെ പേര് വായിക്കുമ്പോൾ തന്നെ
കുട്ടികൾക്കും അധ്യാപകർക്കും വായിക്കുന്നവർക്കെല്ലാം തന്നെ ആകാംക്ഷ തോന്നുന്ന ഒരു പേരാണ്. അങ്ങനെ ഞങ്ങളും സ്കൂളിലെത്തി. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ കുട്ടികളും സ്കൂളിലെത്തും. അപ്പോൾ അവർ ആകാംക്ഷയോടെ ആണെങ്കിൽ പോലും അങ്ങനെ പറയുന്നില്ല എന്നാണ് അധ്യാപകരെ ഞങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെയും ഞങ്ങൾ സ്കൂളിലെത്തി. അപ്പോൾ കുട്ടികളല്ല, വേറെ ആരോ ആണ് സ്കൂളിലെത്താൻ വേണ്ടി കാത്തിരുന്നതും സ്കൂളിലെത്തിയതും. അപ്പോൾ തീർച്ചയായിട്ടും പുസ്തകം തുറക്കുമ്പോൾ തന്നെ തോന്നും ആരാണ് എത്തുന്നത്, സ്കൂളിലേക്ക് എത്താൻ കാത്തിരുന്നവരാരാണ്. വായനക്കാർക്കും വായിക്കുന്ന കുട്ടികൾക്കും ആകാംക്ഷ തോന്നുന്ന തരത്തിലുള്ള ഒരു പേരാണ് പുസ്തകത്തിന് കൊടുത്തിരിക്കുന്നത്. അത് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നി. ഇനി പുസ്തകം തുറക്കുമ്പോഴാകട്ടെ കാണുന്നത് കാടും അണ്ണാൻകുഞ്ഞും പരുന്തും കാക്കയും ഒക്കെ ചേർന്ന മനോഹരമായ ഒരു അന്തരീക്ഷം. വലിയൊരു മഞ്ചാടി മരവും മഞ്ചാടി മരത്തിന് ചുറ്റിപ്പടയുന്ന ഒരു കുന്നിക്കുരു വള്ളിയും കുന്നിച്ചെടിയും ഒക്കെ കാണുന്നുണ്ട്. അവിടെ കാണുമ്പോൾ വീണ്ടും ആലോചിക്കുന്നു, കാട്ടിലെ സ്കൂളായിരിക്കാമല്ലേ. വീണ്ടും ആകാംക്ഷയോടെ പേജ് മറിക്കുമ്പോൾ അണ്ണാൻ കുഞ്ഞിൻ്റെ കയ്യിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു മഞ്ചാടിയെയും കുന്നിക്കുരുവിനെയും കാണുന്നുണ്ട്. ഇവരെല്ലാം വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ വിചാരിക്കും കാട്ടിലെ സ്കൂളായിരിക്കാം, നോക്കാം. വളരെ ആകാംക്ഷയുടെ അടുത്ത പേജും മറിച്ചു പോകുമ്പോഴും പെട്ടെന്ന് കാണുന്നത് ഭയങ്കരമായ മഴയാണ്. മഴയത്ത് ആടി ഉലയുന്ന മഞ്ചാടി മരവും വളരെ പരിഭ്രാന്തരായിരിക്കുന്ന ഈ കൂട്ടുകാരെയും കാണുമ്പോൾ സ്കൂളിൽ എന്ത് പറ്റി, ഇവരിൽ ആരാണോ സ്കൂളിലെത്തുന്നത് എന്നൊരാകാംക്ഷ വീണ്ടും തുടരുന്നു. മറിച്ച് നോക്കുമ്പോൾ അടുത്ത പേജിൽ കാണുന്നത് കുന്നിക്കുരുവും മഞ്ചാടിയും ഒക്കെ നിലവിളിക്കുന്നതാണ്. അയ്യോ, ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ. ഒരു ഇലത്തുമ്പിൽ തൂങ്ങിക്കിടക്കുന്ന കുഞ്ഞനുറുമ്പും വായനക്കാരെ വിഷമിപ്പിക്കുന്നതാണ്. അത് താഴേക്ക് പോകുമോ, വെള്ളത്തിലാകുമോ, എന്താവും ഈ കുഞ്ഞനുറുമ്പിൻ്റെ അവസ്ഥ എന്നതും. ഈ കുഞ്ഞനുറുമ്പിനെ രക്ഷിക്കാൻ ഒരു പ്രാവ്, കുട്ടികൾ കേട്ടിട്ടുള്ള കഥയാണല്ലോ, അതും കുട്ടികൾ നോക്കുന്നുണ്ട്. ചിത്രത്തിലേക്ക് ഒരു പ്രാവ് വരുന്നുണ്ടോ, ആരെങ്കിലും കുഞ്ഞനുറുമ്പിന് ഒരു ഇല ഇട്ട് കൊടുക്കുന്നുണ്ടോ. വീണ്ടും ആകാംക്ഷയോടെ പേജ് മറിക്കുമ്പോൾ കുഞ്ഞനുറുമ്പിന് ആരോ ഇല ഇട്ട് കൊടുത്തിരിക്കുന്നു. 2 ചങ്ങാതികൾ കുഞ്ഞനുറുമ്പിനോടൊപ്പമുണ്ട്. അണ്ണാൻ കുഞ്ഞ് പറയുന്നു, ഞാൻ ചാടി ചാടി നിന്നോടൊപ്പം വരാം, വെള്ളത്തിൽ ഇലയിൽ ഒഴുകി പോകുമ്പോൾ നീ പേടിക്കണ്ട. ഒരു കുയിൽ വന്ന് പറയുന്നു, പറന്ന് പറന്ന് ഞാനും നിന്നോടൊപ്പം വരാം, നീയും പേടിക്കണ്ട. അപ്പോൾ ചങ്ങാതിക്കൊരു ആപത്ഘട്ടം വന്നപ്പോൾ വിട്ടൊഴിഞ്ഞു പോകാതെ വളരെ ഉഗ്രമായ മഴ പെയ്യുന്ന സമയത്തും ചങ്ങാതിയോടൊപ്പം ചാടിച്ചാടിയും പറന്നു പറന്നും എവിടെ വരെ പോകുന്നോ ആ സ്ഥലം വരെ പോകാൻ വില്ലിങ്ങായി നിൽക്കുന്ന കൂട്ടുകാരെ കാണുന്നത് കുറച്ചും കൂടി ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. ഈ വെള്ളത്തിൽ കൂടെ കുത്തി ഒലിയുന്ന വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന മഞ്ചാടിയും കുന്നിക്കുരുവും ഇങ്ങനെ ദീർഘദൂരം സഞ്ചരിച്ച് മഴ അവസാനിക്കുമ്പോൾ എത്തിച്ചേരുന്നത് സുന്ദരമായ ഒരു പട്ടണത്തിലാണ്. അവിടെ നിറയെ വാഹനങ്ങളും വലിയ വലിയ കെട്ടിടങ്ങളും ആൾക്കാരെയൊക്കെ കണ്ടിട്ട് പരിഭ്രമിച്ച് നിൽക്കുന്ന മഞ്ചാടിയും കുന്നിക്കുരുവും. ഈ മഞ്ചാടിയും കുന്നിക്കുരുവിനെയും കാണുന്ന 2 കുട്ടികൾ സന്തോഷത്തോടെ വന്ന് ഇതെന്താണ് എന്ന് വളരെ സ്നേഹത്തോടെ എടുത്ത് നോക്കുകയാണ്. അപ്പം നമുക്ക് വായിക്കുന്നവർക്ക് ഊഹിക്കാം, ഇനി അവർ സ്കൂളിലെത്തും. നമ്മൾ ഊഹിച്ചത് ശരി തന്നെയാണ്. ഈ കുട്ടികൾ മഞ്ചാടിയും കുന്നിക്കുരുവിനെയും സ്കൂളിലെത്തിക്കുകയാണ്. അഥവാ ഈ കുട്ടികളോടൊപ്പം മഞ്ചാടിയും കുന്നിക്കുരുവും സ്കൂളിലേക്ക് പോയി എന്നതാണ് ശരി. സ്കൂളിലെ കാഴ്ചകളെല്ലാം കണ്ട് മഞ്ചാടിയും കുന്നിക്കുരും ഗണിത ലാബിലേക്ക് എത്തുന്നു. അവിടെ നോക്കുമ്പോൾ അവരുടെ കൂട്ടുകാരെയൊക്കെ കുപ്പിയിലടച്ചു വെച്ചിട്ടുണ്ട്. അവർക്കും ഈ കൂട്ടുകാരോടൊപ്പം കൂടിയാൽ കൊള്ളാമോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അവർ ചിന്തിച്ചു, ഞങ്ങൾ എങ്ങനെ ഈ കുപ്പിയിലിരുന്നാൽ ലോകം മുഴുവൻ കാണും. ഞങ്ങൾ ഇത്രയും ദൂരം വെള്ളത്തിൽ ഉരുണ്ടുരുണ്ട് വന്നപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ കേട്ടു, പുതിയ പുതിയ കൂട്ടുകാരെയൊക്കെ കണ്ടു. ഇനിയും ഞങ്ങൾ ഈ കുപ്പിക്കകത്തിരുന്നാൽ എങ്ങനെ ഞങ്ങൾ കണ്ട കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞങ്ങൾക്ക് കിട്ടിയ അറിവുകൾ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കണം. അതിന് ഞങ്ങൾ ഈ കുപ്പിയിലിരുന്നാൽ പറ്റില്ല. ലോകത്തെ കാണണം. ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ പറ്റില്ലല്ലോ. ഞങ്ങൾ ലോകത്തെ അറിയണമെങ്കിൽ പുറത്തേക്ക് പോകണം എന്ന മഞ്ചാടി കുരുവിൻ്റെ വാക്കുകൾ കുട്ടികൾക്കും ഇത് വായിക്കുന്ന എല്ലാവർക്കും വളരെ പ്രയോജനകരമായ ചിന്തിക്കത്തക്ക വാക്കുകളാണ്. ഇനി ഇത് കഴിഞ്ഞ് എങ്ങനെ ലോകത്തെ കാണാൻ എനിക്ക് പോകാൻ കഴിയും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിച്ച അറിവുകൾ എങ്ങനെ ലോകത്തിന് ഇരട്ടിയാക്കി കൊടുക്കാൻ കഴിയും എന്ന ചിന്തയിൽ നിന്ന് അവർ കരുതി, ഞങ്ങളുടെ അമ്മ മരത്തെ പോലെ അല്ലെങ്കിൽ അമ്മ ചെടിയെ പോലെ ഞങ്ങളും വളർന്ന് വലുതായാലോ. അങ്ങനെ അവർ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് അമ്മ മരത്തെ പോലെ വളരാൻ ശ്രമിക്കുകയുമാണ്.
അപ്പോൾ അനുകൂലമായ സാഹചര്യത്തിൽ ആദ്യം വളർന്നത് മഞ്ചാടിയാണ്, രണ്ടാമത് വളർന്നത് കുന്നിക്കുരുവാണ്. അപ്പോൾ മഞ്ചാടി വളർന്നിട്ടും കുന്നിക്കുരു വളരാതെ ഇങ്ങനെ തന്നെ നിൽക്കുന്നു. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. മഞ്ചാടി ചോദിച്ചു, എന്തേ നീയും വളരാത്തത്? നമ്മൾ ഒരുമിച്ച് വളരാമെന്ന് വിചാരിച്ചതല്ലേ? കുന്നിക്കുരു പറഞ്ഞ മറുപടി എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതാണ്. കുന്നിക്കുരു മനസ്സിൽ വിചാരിച്ചു കാണും, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന്. എന്നിട്ട് കുന്നിക്കുരു പറയുകയാണ്, എനിക്കിനിയും 4 ആഴ്ചയോളം വേണം ഇങ്ങനെ വളർന്നു വരാൻ. അതിൽ നിന്ന് വായിക്കുന്ന കുട്ടികൾക്കായാലും വായനക്കാർക്കായാലും മനസ്സിലാക്കുന്നത് എന്താണ്? ഓരോന്നിനും ഓരോ രീതിയിലുള്ള വളർച്ചയ്ക്ക്, വിത്തുകളുടെ വളർച്ചയ്ക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളും വ്യത്യസ്ത സമയവും ആവശ്യമാണെന്നതാണ്. അധ്യാപകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത്, ക്ലാസ്സിൽ ഒരേ തരത്തിൽ കാര്യങ്ങൾ കൊടുത്തിട്ടും ഒരേ രീതിയിൽ പഠന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും നീ ചെയ്ത കണക്ക് എന്താ ശരിയാകാത്തത് എന്ന് അധ്യാപികയായ ഞാൻ ചോദിക്കുന്നതിന് പകരം ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് മഞ്ചാടിക്കൊപ്പം വളർന്നു വരാൻ കുന്നിക്കുരുവിന് കഴിയാതിരുന്നത്? അവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചില ചിന്തകളും കൂടി ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കുന്നിക്കുരുവും മഞ്ചാടി മരവും കുറച്ച് നാളുകൾക്ക് ശേഷം കുട്ടികളുടെ സഹായത്തോടുകൂടി, അതായത് കുട്ടികൾ നന്നായി വെള്ളമൊഴിച്ച് അവിടെ വളർത്തിക്കൊണ്ടുവരുന്നു, വളർന്ന് വലുതാകുന്നു. ഈ മഞ്ചാടി മരത്തിൽ കുന്നിച്ചെടി പടർന്ന് ധാരാളം കുന്നിമണികളും മഞ്ചാടികളും ഉണ്ടാകുന്നു. സന്തോഷത്തോടെ കുട്ടികൾ പുറത്തേക്ക് വരുന്നു. അവർ കുന്നിക്കുരുവും മഞ്ചാടിയും എണ്ണിയെടുത്ത് ഗണിത ലാബിലേക്ക് പോകുന്നു, ഗണിതം നന്നായി പഠിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു കുട്ടി ചോദിക്കുകയാണ്, ഈ കുന്നിക്കുരുവിന് ആരാണ് കൺമഷി തൊട്ടത്? അപ്പോൾ ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഇതിൽ നിന്നൊരു ഇത്തിരി കൺമഷി മഞ്ചാടിക്കും കൂടി തൊട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന്. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടാവും, ഈ കൺമഷി തൊട്ടില്ലെങ്കിലും മഞ്ചാടി സുന്ദരി തന്നെയാണെന്ന്. കുട്ടികളെ വായനയുടെയും ചിന്തയുടെയും അധികം തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്ന വളരെ നല്ലൊരു പുസ്തകമാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കുട്ടികൾക്കായി നൽകിയിരിക്കുന്നത്. പുസ്തകം വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അതിൽ ചിന്തിക്കാനും ഒരുപാട് പഠിക്കാനുമുള്ള കാര്യങ്ങളുണ്ട്. പ്രകൃതിയിലൂടെ ആയാലും വേനലും മഴയും മാറി മാറി വരുമ്പോഴും ഈ മഞ്ചാടി മരവും കുന്നിച്ചെടിയും ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് വളരുന്നതും കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഗണിത പ്രവർത്തനങ്ങളും മലയാളത്തിലെ സാഹിത്യ ചിന്തയും അങ്ങനെ കുട്ടികളെ എല്ലാ മേഖലയിലേക്കും കടത്തിക്കൊണ്ടു പോകുന്ന വളരെ സുന്ദരമായ ഒരു കുഞ്ഞു പുസ്തകമാണ്. പുസ്തകം കുഞ്ഞാണെങ്കിലും അതിലെ ആശയങ്ങളും കാര്യങ്ങളും വായനക്കാർക്ക് ആയ നമുക്കെല്ലാം വളരെയധികം ചിന്തിക്കത്തക്കതാണ്. പുസ്തകം വായിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമാണ്. കാരണം കുഞ്ഞായിട്ട് അക്ഷരങ്ങൾ പഠിച്ചു വരുന്ന ചെറിയ ചെറിയ വാക്കുകളിൽ നിന്ന് തുടങ്ങി വാചകങ്ങളിലൂടെ 4 വരി കവിതയിൽ അവസാനിക്കുന്ന പുസ്തകം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നതാണ്. അതുമാത്രമല്ല, ചിത്രവായനയ്ക്കും ഏറ്റവും നല്ലതാണ് ഈ പുസ്തകം. ഓരോ പേജ് മറിച്ച് തുടങ്ങുമ്പോഴും മറിച്ച് നോക്കുമ്പോഴും വായിക്കാനും എഴുതാനും അറിയാത്ത കുട്ടികൾക്ക് വരെ ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ വളരെ ഭംഗിയായി മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എൻ്റെ വായന അനുഭവം എന്നെ മനസ്സിലാക്കിയത്. അപ്പോൾ കുട്ടികൾക്ക് പ്രയോജനകരമായ ഇത്തരം ധാരാളം പുസ്തകങ്ങൾ എഴുതാൻ എൻ്റെ പ്രിയപ്പെട്ടവരായ ഡോക്ടർ ശൈല ജാസ്മിൻ ടീച്ചർക്കും ഉഷാ നന്ദിനി ടീച്ചർക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും ഈ പുസ്തകം വായിക്കാനും ഞാൻ പറയുന്നു. സ്നേഹപൂർവ്വം നന്ദി. പുസ്തകം പ്രകാശനം ചെയ്യാനായി ശ്രീ രതീഷ് കാളിയാട് സാറിനെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ പ്രമോദ് സാർ. താങ്ക് യു ആൾ. അടുത്തതായി 2 പുസ്തകം കൂടിയുണ്ട്. ശ്രീ കെ സുരേഷ് ബാബു, വിദ്യാഭ്യാസ പ്രവർത്തകനും പാഠപുസ്തക നിർമ്മാണ സമിതി അംഗവുമായ ശ്രീ കെ സുരേഷ് ബാബു എഴുതിയ സ്വർണ്ണമത്സ്യം, ആനത്തൂക്കം വെള്ളി എന്നീ 2 പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നു. പുസ്തകം പ്രകാശനം ചെയ്യുന്നത്
ഡോക്ടർ പ്രമോദ് പി, സ്കോൾ കേരള വൈസ് ചെയർമാൻ. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ വിനയൻ പിലിക്കോട്, എഴുത്തുകാരൻ. ആദ്യമായി ആനത്തൂക്കം വെള്ളി എന്ന പുസ്തകം പ്രകാശനം ചെയ്യും. സ്വർണ്ണമത്സ്യം എന്ന പുസ്തകം. ഈ പുസ്തകങ്ങളെല്ലാം മലയാളത്തിലും കന്നഡയിലുമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 2 ഭാഷകളിലായി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ്. ശ്രീ രതീഷ് കാളിയാടൻ സർ സംസാരിക്കുന്നു. സ്നേഹമുള്ളവരെ, ആണ്ടിയേട്ടൻ ഒരു മഹാസംഭവമാണ്. എല്ലാ ദിവസവും രാവിലെ എന്ന പോലെ അന്നത്തെ ദിവസവും രാവിലെ ആണ്ടിയേട്ടൻ വീട്ടിൽ നിന്നിറങ്ങി. കയ്യിലൊരു തൂക്കുപാത്രമുണ്ട്. തൂക്കുപാത്രത്തിൽ കുളുത്താണ്. കുളുത്തെന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞി. അതിൻ്റെ കൂടെ ഒരു ചെറിയ കാന്താരി മുളകും. ഇതുമായി അദ്ദേഹം പുഴയിലേക്ക് യാത്രയാവുകയാണ്. പുഴയിൽ ഒരു വഞ്ചിയുണ്ട്, തോണിയുണ്ട്. ഇപ്പോൾ രാവിലെ 6 മണി 5:30-6 മണി സമയമാകുമ്പോൾ ഇവിടേക്ക് എത്തുകയും തോണിയിൽ കയറുകയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വലിയ മുളക് ഉപയോഗിച്ച് ഈ തോണിയുമായി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം തോന്നുന്നുണ്ട്. ആ സമയത്ത് ആത്മാവിനെ പുകയിക്കാൻ വേണ്ടി ഒരു ദിനേശ് ബീഡി എടുത്ത് കത്തിക്കും. പക്ഷേ എത്ര തുഴഞ്ഞിട്ടും തോണി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞാൻ മുന്നോട്ട് തന്നെയാണ് പോകുന്നതെന്ന ആത്മവിശ്വാസത്തോടെ വീണ്ടും വളരെ ഉഷാറായി തോണി തുഴഞ്ഞുകൊണ്ടേയിരുന്നു. സമയം ഉച്ച ആയി, വിശക്കുന്നുണ്ട്. അദ്ദേഹം തോണിയിൽ നിന്നിറങ്ങി കുളുത്ത് കഴിച്ച് അവിടെ ഒന്ന് മയങ്ങുന്നതിനിടയിൽ വീണ്ടും അദ്ദേഹത്തിന് തോന്നുന്നു, ഒരാവേശമുണ്ടാകുന്നു, തോണി ഒന്നുകൂടി തുഴയണം. അങ്ങനെ വീണ്ടും തുഴയാൻ ഈ തോണിയിലേക്ക് കയറുകയും മുന്നോട്ടേക്ക് പോവുകയും ചെയ്തതിനിടയിലാണ് ഒരു കുട്ടി കുറേ സമയം ഇദ്ദേഹത്തിൻ്റെ ഈ തുഴയൽ കണ്ടിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്, ആണ്ടിയേട്ടൻ ഒരു മഹാസംഭവമാണ്. ആണ്ടിയേട്ടൻ എന്തുകൊണ്ടാണ് മഹാസംഭവമായത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പുസ്തക കച്ചവടം ധാരാളം നടക്കുന്നുണ്ട്. പക്ഷേ വായനയുടെ തോണി മുന്നോട്ടേക്ക് പോകുന്നില്ല എന്ന വലിയ വിമർശനങ്ങൾക്കിടയിലാണ് കുട്ടികൾക്ക് വേണ്ടി മാത്രം പുസ്തകങ്ങൾ ഇറക്കുമെന്ന നിശ്ചയത്തോടു കൂടി, അതാണ് തങ്ങളുടെ ജന്മാവകാശം എന്ന രീതിയിൽ പുസ്തകങ്ങളുമായി മുന്നോട്ട് വരുന്ന ബ്ലൂ പീയുടെ 80ഓളം പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ പുതിയ കുറേ പുസ്തകങ്ങൾ കൂടി ചേരുന്നു. ഈ പുസ്തകങ്ങൾക്കെല്ലാം തോണി തുഴഞ്ഞ് മുന്നോട്ട് പോകാനും കുട്ടികളുടെ മനസ്സിൽ മഞ്ചാടിയും കുന്നിക്കുരുവും മുളപ്പിക്കാനുള്ള ശേഷി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശൈല ജാസ്മിനും ഉഷാ നന്ദിനിയും ചേർന്ന് രചിച്ച ഞങ്ങളും സ്കൂളിലെത്തി എന്ന പുസ്തകം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ മനസ്സിൽ മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും വിരിയിക്കുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷ് ബാബുവിൻ്റെ 2 പുസ്തകങ്ങളും ഇവിടെ പ്രകാശനം ചെയ്തു. ഇവരുടെ എല്ലാം പ്രത്യേകത ഇവർ അധ്യാപകരാണെന്നുള്ളതാണ്. അധ്യാപകരുടെ പ്രത്യേകത അവർ എല്ലാ ദിവസവും കുട്ടികളോട് സംവദിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രകാശിപ്പിക്കപ്പെട്ട ഒട്ടുമിക്കവാറും എല്ലാ പുസ്തകങ്ങളുടെയും രചയിതാക്കൾ അധ്യാപകരായതുകൊണ്ട് കുട്ടികളുടെ മനസ്സിനെ, അതിൻ്റെ സ്പന്ദനങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കി നടത്തിയിട്ടുള്ള രചനകളാണ്. എല്ലാ രചയിതാക്കൾക്കും അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. പ്രബുദ്ധമായി ഈ സദസ്സ് തീർച്ചയായും അത് കുട്ടികളിലേക്ക് എത്താൻ, നമ്മുടെ മക്കളിലേക്ക് എത്തിക്കാൻ സഹായിക്കും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി പറയാനായി ഡോക്ടർ ശൈല ജാസ്മിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രാജീവ് കുമാർ അവരുകൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരെ, കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് ഈ 5ാം വേദിയിൽ നടന്ന പുസ്തക പ്രകാശ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ച രാജീവ് കുമാർ സാറിനും ഒപ്പം സ്വാഗതം ആശംസിച്ച ബ്ലൂ പീയുടെ എഡിറ്ററായിരിക്കുന്ന ബി പ്രസാദ് സാറിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. വായനയുടെ മാന്ത്രിക ലോകത്തിലേക്ക് വാക്കുകളിലൂടെയും വാക്യങ്ങളിലൂടെയും വരകളിലൂടെയും തങ്ങളുടെ ഉള്ളിലെ സർഗാത്മകത പുസ്തക രൂപത്തിലാക്കിയ പ്രിയ എഴുത്തുകാരായ പ്രൊഫസർ എസ് ശിവദാസ് സാർ, ഡോക്ടർ ഗിരീഷ് കുമാർ സാർ, ശ്രീ അരവിന്ദ് ഗുപ്ത,
ശ്രീ ബി പ്രസാദ്, ശ്രീ വിനയൻ പീലിക്കോട്ട്, ഡോക്ടർ ശൈല ജാസ്മിൻ, ഉഷ നന്ദിനി, ശ്രീ കെ സുരേഷ് ബാബു എന്നിവരോടുള്ള നന്ദി പ്രകാശിപ്പിക്കട്ടെ. ഒപ്പം വരകളിലൂടെ പുസ്തകങ്ങളെ ജീവസുറ്റാക്കി മാറ്റിയ ചിത്രകാരെയും നന്ദിയോടെ സ്മരിക്കുന്നു. സപ്തൻ ഹാഷ്മിയുടെ ഭാഷ കടമെടുത്താൽ നിങ്ങൾ തയ്യാറാക്കിയ ഈ പുസ്തകങ്ങളെല്ലാം ഓരോ വായനക്കാരോടും സംവദിച്ചു കൊണ്ടിരിക്കും. കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, ഇന്നിനെയും നാളെയും കുറിച്ച്, നദികളെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്. എന്താ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയ സമയത്ത് ഈ ഒരു സംവാദം നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകങ്ങളെല്ലാം ഈ സംവാദത്തിൽ പങ്കുചേരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ ഇന്ന് ഈ പ്രകാശന ചടങ്ങിനെ സമ്പുഷ്ടമാക്കിയ, അവിസ്മരണീയമാക്കി തീർത്ത, പ്രകാശന കർമ്മം നിർവഹിച്ച മഹത് വ്യക്തിത്വങ്ങൾക്ക് സ്നേഹപുരസ്സരം നന്ദി പ്രകടിപ്പിക്കുന്നു. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും സർഗാത്മക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി എത്തിച്ചേർന്ന കർത്തവ്യം നിർവഹിച്ച MLA ശ്രീ പ്രമോദ് നാരായൺ അവറുകൾ, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ രതീഷ് കാളിയാടൻ, ശ്രീ CP അരവിന്ദാക്ഷൻ മാഷ്, സ്കോൾ കേരള വൈസ് ചെയർമാൻ ഡോക്ടർ P പ്രമോദ് എന്നിവർക്കുള്ള നന്ദി പ്രകടിപ്പിക്കട്ടെ. പുസ്തക സ്വീകാരം നടത്തിയ ഡോക്ടർ P പ്രമോദ്, പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ വിനോദ് വൈശാഖി, ശ്രീ മഹേഷ് സാരൻ, ശ്രീ സുമേഷ് കൃഷ്ണൻ, ശ്രീമതി നിഷ VL എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. പുസ്തകം പരിചയപ്പെടുത്തിയ ശ്രീ CP അരവിന്ദാക്ഷൻ മാഷിനും ശ്രീമതി ബീന ടീച്ചർക്കും നന്ദി അറിയിക്കുന്നു. ആതിഥ്യം സ്വീകരിച്ചെത്തിച്ചേർന്ന സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എല്ലാ സഹൃദർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.